ദേശീയപാത മീത്തലൈമുക്കാളിയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടും കെ.ടി. ബസാർ മുതൽ പാലോളിപ്പാലം വരെ സർവീസ് റോഡിന്റെ ശോചനീയാവസ്ഥ മൂലമുണ്ടാകുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടും കെ രമ എം.എൽ.എയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറുടെ ഓഫീസിലെത്തി കളക്ടറെ കണ്ടു. ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ ഇടപെടുമെന്നും പി.ഡി ഉൾപ്പെടെയുള്ളവരുടെ യോഗം ക്യാമ്പ് ഓഫീസിൽ വിളിച്ചു ചേർക്കുമെന്നും അറിയിച്ചു. കോഴിക്കോട് ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ മന്ത്രി കൂടിയായ എ.പി. അനിൽകുമാർ അടിയന്തര സാഹചര്യം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ NHAI നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥരുമായി ഫോണിൽ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും മീത്തലൈമുക്കാലിൽ അധിക ജോലിക്കാരെ വെച്ച് പ്രവൃത്തി പൂർത്തീകരിക്കാനും കാലവർഷം അല്പം പുറകോട്ട് മാറിയാൽ 10 ദിവസം കൊണ്ട് സർവീസ് റോഡുകളുടെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണാനും സാധിക്കുമെന്ന് അറിയിച്ചതായി എം.എൽ.എ പറഞ്ഞു. കുറേ മാസങ്ങളായി വടകരയിലെ ജനം ഈ ദുരിതം അനുഭവിക്കുകയാണ്. ഞങ്ങൾ പല പ്രാവശ്യം മീറ്റിംഗ് വിളിച്ചു, പലതരം ഇതിൽ ഇടപെടൽ നടത്തി, പക്ഷെ ഇതുവരെ തീരുമാനമാക്കാൻ സാധിച്ചില്ല. അതിൽ മുക്കാളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 2024 തുടങ്ങിയ മണ്ണിടിച്ചിലാണ്. അത് ഇന്ന് 3ാമത്തെ തവണയാണ് അവിടെ വീണ്ടും മണ്ണിടിച്ചത്. 3 കുടുംബങ്ങളെ നേരത്തെ മാറ്റി താമസിച്ചു. ഒരു കുടുംബത്തിന് അവിടെ വീടെടുത്തിട്ട്, ഒരു അഭിലാഷ് എന്ന് പറയുന്ന ഒരാൾക്ക് വീടെടുത്തിട്ട്, പക്ഷേ പിന്നീട് ആ വീട്ടിൽ താമസിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അവര് ആ തരത്തിൽ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ. അപ്പൊ ഇന്നും മണ്ണിടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഇതുവരെ ആ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. പണി തുടങ്ങിയ വകാട് മറ്റൊരു കമ്പനിക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഗൾഫാർ ഗ്രൂപ്പാണ് എടുത്തത്. പക്ഷേ ഇപ്പോഴും പണി സ്ലോ ആയതുകൊണ്ട് അവിടെ പൂർത്തിയായില്ല. ഈ വിഷയവും അതുപോലെ തന്നെ വടകരയിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും ശ്രദ്ധിക്കുക, മണിക്കൂറുകളോളം ബ്ലോക്കാണ് അവിടെ. ഹെവി ട്രാഫിക് ജാമായിട്ട് ആളുകൾക്ക് മുഴുവൻ കുണ്ടും കുഴിയായിട്ട് ഒരു വാഹനം പോലും പോകാൻ പറ്റാത്ത ദുരിതം അനുഭവിക്കുകയാണ്. അപ്പം ഈ വിഷയം നമ്മൾ NHന്റെ MP ഉൾപ്പെടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തു, NHന്റെ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ അവർക്കൊരു സീരിയസുമില്ല. അവരത് കാര്യമായി എടുത്ത് അതിന്റെ പരിഹാരത്തിന് നീങ്ങുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് മെമ്പർമാരെല്ലാവരും ചേർന്ന്, ബ്ലോക്ക് പ്രസിഡന്റുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, എല്ലാ മെമ്പർമാരും ഞങ്ങൾ നേരത്തെ മുക്കാളിയിലായിരുന്നുള്ളത്. നേരത്തെ ഡിസ്ട്രിക്ട് മിനിസ്റ്റർ അവിടെ വന്ന് നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ കളക്ടറുടെ അടുത്തേക്ക് വന്നതാണ്. ഇവിടെ സമരം ഇരിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. പക്ഷേ കളക്ടർ നല്ല പോസിറ്റീവായി കാര്യങ്ങൾ എടുത്തു. കളക്ടർ അപ്പോൾ തന്നെ NHന്റെ ഉദ്യോഗസ്ഥരെ വിളിച്ചു ഇവിടേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. NHന്റെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ വരും. PD ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. നാളെ അവിടെ ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ കളക്ടറും SP-യും ഉൾപ്പെടെ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമരം ഇരിക്കാതെ NHന്റെ PD-യുടെ ഉദ്യോഗസ്ഥർ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടു. മുഖ്യമന്ത്രി ഇപ്പം PD ഉദ്യോഗസ്ഥന്മാരെ, NHന്റെ ഉദ്യോഗസ്ഥന്മാരോട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തീർക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ചാർജുള്ള A.P. അനിൽകുമാർ മിനിസ്റ്റർ ഈ വിഷയത്തിൽ ഇടപെട്ടു. അതിന്റെ ഭാഗമായിട്ട് മുക്കാടിയിൽ എത്രയും പെട്ടെന്ന് കൂടുതൽ പണിക്കാരെ ഇട്ട് പണി പൂർത്തിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വടകരയിലെ സർവീസ് റോഡ് ഈ ഒരു മഴ മാറിയ ഉടനെ 10 ദിവസം കൊണ്ട് സർവീസ് റോഡ് ക്ലിയർ ചെയ്തു തരും എന്ന ഉറപ്പാണ് തന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിപ്പോൾ സമരത്തിൽ നിന്ന് പിന്മാറുകയാണ്. മറിച്ച് ഇപ്പോൾ PD ഉദ്യോഗസ്ഥന്മാരുകൂടി വന്നു കഴിഞ്ഞാൽ, NH ഉദ്യോഗസ്ഥന്മാർ വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനമാണ് തിങ്കളാഴ്ച 2 പ്രശ്നത്തിനും പരിഹാരം കാണുന്നതുമായി ബന്ധപ്പെട്ട MLA-യുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ, റൂറൽ SP എന്നിവർ നേരിട്ട് പങ്കെടുക്കുന്ന യോഗം ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർക്കും. വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണൻ, ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷജിന കൊടക്കാട്ട, വൈസ് പ്രസിഡന്റ് ജൌഹർ വെള്ളിക്കുളങ്ങര, ശ്രീജിത്ത് P, മിനിക TP, അനിത പിലാക്കണ്ടി, പ്രജിഷ പൂളിക്കോൾ തുടങ്ങിയ ജനപ്രതിനിധികളും MLA-ക്ക് ഒപ്പമുണ്ടായി.